പ്രൈസ് ദ ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായെടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പ്രിയ മക്കളെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കായിട്ട് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഹല്ലേലൂയ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഹല്ലേലൂയ, അനുഗ്രഹം പകർന്നു കൊടുക്കുന്നതായിരിക്കണം. കർത്താവിനെ, ഹല്ലേലൂയ, പ്രസാദമുള്ളത്, ഹല്ലേലൂയ, നാം ചെയ്യുന്നവരായിരിക്കണം. മറ്റുള്ളവർ നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് പറയുവാൻ, യേശുവപ്പനിൽ നിന്ന് പ്രാപിച്ചത് പറയുവാൻ നമ്മൾ, ഹല്ലേലൂയ, ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നാം ഓരോ ദിവസവും എണ്ണമറ്റ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നോക്കൂ, വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ച് നമ്മളുടെ വാക്കുകളുടെ ഉപയോഗ രീതിയും മാറ്റാറുണ്ട്. ഹല്ലേലൂയ. അതിന് അനുസരണമായിട്ട് എന്തൊക്കെയാ? കോപവാക്കുകളെ, കൊള്ളരുതാത്ത വാക്കുകളൊക്കെ നമ്മളെ ധാരാളം ഉപയോഗിക്കുന്നു. അത് സന്ദർഭം അനുസരിച്ച് നമ്മുടെ വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്. നമ്മുടെ, ഹല്ലേലൂയ, അത് പറയുന്ന ശൈലികൾ മാറുന്നുണ്ട്. നോക്കൂ പ്രിയ മക്കളെ, ആ വാക്കുകൾ മറ്റ് ഹൃദയങ്ങളെ കീറി മുറിക്കുന്നവയാണോ? ഹല്ലേലൂയ. അത് മറ്റുള്ളവർ നമ്മൾ പ്രയാസപ്പെടുത്തുന്നതാണോ? എത്രമാത്രമാണ് ആ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് മുറിവ് വരുന്നതെന്ന് നാം തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ഓരോന്നും മുറിപ്പെടുത്തുന്നതാണോ അതോ മുറിവുകൾ കെട്ടുന്നവയാണോ എന്ന്, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വായിൽ നിന്നും ദുഷിച്ച വാക്കുകൾ വരരുത്. ഹല്ലേലൂയ. അത് മിക്കവാറും ഓരോരുത്തരും അത്, ഹല്ലേലൂയ, എപ്രകാരമാണ് നമ്മുടെ അപ്പനുമായിട്ടുള്ള ബന്ധം, ആ വിധത്തിലാണ് നമ്മുടെ വാക്കുകൾ ഓരോന്നും ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അത് പിതാവായ ദൈവത്തിന്റെ നാമം യേശുപ്പന് ഹിതമില്ലാത്തത് പറയുവാണെങ്കിൽ അത് ദുഷിക്കുവാൻ തന്നെ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ഭക്ഷണത്തിന് നാം രുചി വരുത്തുവാൻ ഉപ്പിടുന്നത് പോലെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ മുറിക്കുകയും തകർക്കുകയും ചെയ്യുന്നതായിരിക്കരുത്, ആശ്വാസം പകർന്നു കൊടുക്കുന്നതായിരിക്കണം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ നാം തന്നെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ വാക്കുകൾ ഓരോന്നും മുറിവ് കെട്ടുന്നതും ആശ്വസിപ്പിക്കുന്നതും കൃപ നൽകുന്നതുമായിരിക്കണം. ഹല്ലേലൂയ. ഒരുവൻ കേൾക്കുമ്പോൾ അവരുടെ വിഷയത്തിന്, ഹല്ലേലൂയ, ആശ്വാസം പകരുന്ന വാക്കായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു, ഹല്ലേലൂയ, സന്തോഷം പകരുന്നതായി തീരട്ടെ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അതായത് ഈ കൃപരഹിതമായ വാക്കുകൾ ആത്മീയ മനുഷ്യനെ തകർത്തു കളയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. മാതാപിതാക്കളെയും, ഹല്ലേലൂയ, ഗുരുക്കന്മാരോടും നന്നായിട്ട് പെരുമാറുകയും നല്ല വാക്കുകൾ ഉപയോഗിക്കാനും, ഹല്ലേലൂയ, നാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇന്നെന്താണ് നമ്മൾ അധ്യാപകരെ പണ്ടത്തെ പോലെ അല്ലല്ലോ പ്രിയ മക്കളെ. പണ്ട് അധ്യാപകരെ ആക്കെ നമുക്ക് പേടിയായിരുന്നു. ഇന്ന് അധ്യാപകർ കുട്ടികളെ പേടിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് മൂർച്ചയുള്ള വാക്കുകളാൽ മറ്റുള്ളവരുടെ കണ്ണുകൾ നനയുവാനും മുറിവ് കെട്ടുന്നതും ആയിരിക്കരുത്. ഹല്ലേലൂയ. അതിന് നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുട്ടികൾ ഓരോന്നും മറ്റുള്ളവർ ഏത് തരത്തിലാണ് ഓരോ വാക്കുകൾ പറയുന്നതെന്ന് നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. നേരത്തെയൊക്കെ എന്താണ്, ഹല്ലേലൂയ, പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ അവരോട് എന്തെങ്കിലും വാക്കുകൾ പറയുമ്പോൾ സ്വല്പം പേടി, ഹല്ലേലൂയ, ഭയത്തോടെയായിരുന്നു പറയുന്നത്.
പറയുന്നത്. ഇന്നുള്ള കുട്ടികൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവർക്ക് മുതിർന്നവരെന്നോ ഹല്ലേലൂയ മറ്റു ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾ ഉള്ളവരെന്നോ യാതൊരു ചിന്തയും ഇല്ലാതെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതും ദൈവനാമം മഹത്വം ഉയർത്തുന്നതുമായി തീരട്ടെ. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിന് പ്രയോജനപ്പെടുന്നവരായി നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. അതായത് യാക്കോബ് അപ്പോസ്തലൻ 3:2 പറയുന്നുണ്ട്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ നമ്മുടെ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് കാക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ അധരങ്ങൾക്ക് ദൈവം കാവൽ നിൽക്കുവാൻ ദൈവകൃപയ്ക്കായിട്ട് നമ്മൾ യാചിക്കുന്നവരായിരിക്കണം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 4:6 പറയുന്നുണ്ട്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ വാക്കുകൾ ഓരോന്നും ഹല്ലേലൂയ നോക്കൂ, കൃപയോട് കൂടിയത് ഹല്ലേലൂയ ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാണ്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ ഒരു തേൻ കഴിക്കുന്നതിന് തുല്യമാണ് മറ്റുള്ളവരിൽ നിന്ന് ഒരു ചെറിയൊരു വാക്കത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷവും കുളിർമയും വരുന്നതാണ്. ഹല്ലേലൂയ. അത് മധുരം നൽകുന്നതാണ്, അത് ഔഷധമാണ്, ഒരു രോഗസൗഖ്യത്തിന് തുല്യമാണ്. ഹല്ലേലൂയ. ഒരുവന്റെ വാക്ക് കേൾക്കുമ്പോൾ ഹല്ലേലൂയ ലഭിക്കേണ്ടത്. പ്രിയ മക്കൾ, ഇവിടെ പറഞ്ഞ എന്താണ്? ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഹല്ലേലൂയ. ഒരു രോഗിയായിരിക്കുന്നവർ അടുക്കൽ ചെന്ന് നമ്മൾ അല്പസമയം അവരോടൊപ്പം ഇരുന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആശ്വാസം, ആ രോഗത്തിൽ നിന്ന് അവർക്ക് ഒരാശ്വാസം കിട്ടിയതായിട്ട് തോന്നും, അവരുടെ വേദന മാറിപ്പോയതുപോലെ തോന്നും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി ഒരുക്കത്തോടെ എങ്ങനെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കണമെന്നുള്ളത് നാം തന്നെ ചിന്തിക്കണം. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്. ഹല്ലേലൂയ. എന്നിട്ട് രണ്ടാമത് പറയാണ്, മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകളെ നമ്മൾ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ഇവിടെ എങ്ങനെയാണ്? ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്. ഹല്ലേലൂയ. ജ്ഞാനത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ വാക്കുകൾ ലാവണ്യമുള്ളതായി തീരുവാൻ, നമ്മൾ മറ്റുള്ളവർക്കൊരു നാശമായി തീരാതെ സന്തോഷം പകർന്നു കൊടുക്കുന്നതായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4 പറയുന്നുണ്ട്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുപ്പന്റെ വാക്കുകൾ കേൾക്കുവാൻ, ആ ഇമ്പസ്വരം കേൾക്കുവാൻ നമ്മുടെ കാതോർത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താപ്പച്ചൻ ഹല്ലേലൂയ എഫെസ്യർക്ക് ലേഖനത്തിൽ ഹല്ലേലൂയ പറഞ്ഞതുപോലെ തന്നെ എന്താ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുവാൻ ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മിൽ നിന്ന് പുറപ്പെടാതെ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ, നമ്മുടെ അധരങ്ങൾ നമ്മെ തന്നെ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കട്ടെ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അവരവരെ തന്നെ ക്രമീകരിക്കുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ വഹിക്കണം കർത്താവേ. നാവ് ഏത് വിധേനയും ഹല്ലേലൂയ വളച്ചു ഹല്ലേലൂയ ഒടിക്കാവുന്നതാണെങ്കിലും അവരവർ കർത്താവെ സൂക്ഷിച്ച് ഹല്ലേലൂയ വാക്കുകൾ ഉപയോഗിപ്പാൻ സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ, പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹത്താൽ നിറയ്ക്കുന്നതിനായി, അപ്പൻ ഇഷ്ടമുള്ളതാക്കി തീർക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.